നമസ്കാരം. ഇന്ന് മുളകിട്ട മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി എണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയുടെ നിറം മാറുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 16 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നടുവേ കീറിയാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയായിരുന്നു. അതേ അളവിൽ തന്നെ ഇഞ്ചി കൂടി അരിഞ്ഞു ചേർക്കുക. ഇനി നന്നായി മൂപ്പിച്ചെടുക്കണം. മീൻകറി സാധാരണയായി ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. എന്നാൽ അങ്ങനെ ഇരിക്കണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതേപോലെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആദ്യം ഞാൻ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അത് പോരാ എന്ന് തോന്നിയപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ്. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മീൻ എത്രയുണ്ടോ അതിന് നികക്കെ വേണം വെള്ളമെടുക്കാൻ. ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി തുടർച്ചയായി നന്നായിട്ട് ഇളക്കി ഇത് തിളയ്ക്കാൻ അനുവദിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 2 വലിയ കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊടംപുളി ചെറുതായി മുറിച്ചതിന് ശേഷം നന്നായി കഴുകി അത് 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫാക്കിയതിന് ശേഷം മാറ്റി വെക്കാം. അതേസമയം തന്നെ ഞാനൊരു മൺചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അയലയാണ് ഉപയോഗിക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ തന്നെ കറി വെച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 1.5 കിലോയ്ക്ക് അടുത്ത് മീനുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കാൻ പാടില്ല. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിട്ട മീൻകറി എൻ്റെ അമ്മയുടെ മാസ്റ്റർ പീസ് റെസിപ്പിയാണ്. ഒരുപാട് റിലേറ്റീവ്സിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഈ മീൻകറി. എവിടെ നിന്നൊക്കെ മീൻകറി കഴിച്ചാലും നിങ്ങൾക്ക് അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടാറേ ഇല്ല. ഇനി നന്നായിട്ട് ഒന്ന് തിള വരുമ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടിക്കൈകൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. മീൻകറി ഒരിക്കലും വെച്ചടന്ന് തന്നെ സെർവ് ചെയ്യരുത്. അല്പസമയം അങ്ങനെ തന്നെ വെച്ചിരിക്കുക. ആ സമയം കൊണ്ട് മസാലയെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.